ഹായ്. പൈസ കൊടുത്ത് വാങ്ങിയ പല സാധനങ്ങളും പൊട്ടിപ്പോയാൽ നമ്മ വലിച്ചെറിയും അല്ലേ? അപ്പം അതിനു മുന്നേ നമുക്കത് നേരെയാക്കാൻ പറ്റുമോന്നും കൂടെ നമ്മൾ നോക്കണ്ടേ, എന്നിട്ട് മാത്രമേ നമ്മൾ അത് കളയാൻ പാടുള്ളൂ. അപ്പൊ പൊട്ടിയ സാധനങ്ങൾ അങ്ങനെ എല്ലാം നിങ്ങൾ പെട്ടെന്ന് വലിച്ചെറിയാൻ പാടില്ല. അത് നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാന്നുള്ളൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. എന്താണെന്നും ഏതാണെന്നും ഞാൻ വീഡിയോയിൽ പറയാം. വീഡിയോയിലേക്ക് പോവാം. നമ്മൾ വേസ്റ്റ് ബിന്നായിട്ട് ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് അല്ലെ, വേസ്റ്റ് ബിന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റ്. ഇത് സാധാരണ ബക്കറ്റിനേക്കാളും ഇതിന് പൈസ കൂടുതലാണ്. ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ ഇതിന്റെ മുകളിലൊരു അടപ്പുണ്ടല്ലോ, അതിങ്ങനെ തുറന്നു വരും കാലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ എന്റെ ഈ കയ്യില് ഇത് പൊട്ടിപ്പോയി. ഇതിന്റെ അടപ്പ് പൊട്ടിയെങ്കിൽ ഇത് അഴിച്ചു കളഞ്ഞിട്ട് സാധാരണ ഒരു ബക്കറ്റ് കണക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ആദ്യം ഉണ്ടായ ടൈപ്പ് നമുക്ക് ഇതിനെ തിരിച്ച് കിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് അതേ തരത്തിൽ ഇതിന്റെ അടപ്പ് എങ്ങനെ സെറ്റാക്കി എടുക്കാന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പൊട്ടി പാളീസ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇവിടെ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇതിങ്ങനെ ഞെക്കുന്ന സമയത്ത് ഈ അടപ്പ് ഇങ്ങനെ തുറന്ന് കിട്ടണം, എന്നാലല്ലേ ഇത് പഴയ പോലെ ആവും. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇത് പൊട്ടിയോണ്ട് തന്നെ കുറെ നാളായിട്ട് ഞാൻ ഒരു സൈഡിന് ഇട്ടിരി മൊത്തം ചാടി പിടിച്ച് കളയാന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. പക്ഷെ എനിക്ക് തോന്നി ഇത് ശരിയാക്കി എടുക്കാന്ന്. അതെങ്ങനെയാന്ന് ഞാൻ കാണിക്കാം. ബക്കറ്റിന് നല്ല ചളിയുണ്ട്. പക്ഷെ കുറേ നാൾ ഇങ്ങനെ ഇട്ടതുകൊണ്ട് അത്യാവശ്യം നല്ല പോലെ വൃത്തികേടായിട്ടുണ്ട്. നമുക്കില്ല ആദ്യം ഇതിന് മുകളിലെ ചളിയെല്ലാം കളയണം കേട്ടോ. കാരണം നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നതിന് മുന്നേ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാനൊരു തുണി വെച്ചിട്ട് ഇത് ക്ലീൻ ആക്കുന്നുണ്ട്. നനവ് ഉണ്ടാവാൻ പാടില്ല, കാരണം ഇത് നമുക്ക് കറക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടണമല്ലോ. അപ്പം നനവ് ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബക്കറ്റ് മാത്രമല്ല കേട്ടോ, എനിക്ക് ബാത്റൂമിൽ ഒരു ബക്കറ്റ് ഇതണക്കെ നടുവിലെ പിളർന്നു പോയി. അപ്പം വെള്ളം ഇങ്ങനെ എന്ന് പറയുന്നത് നയാഗ്ര വെള്ളച്ചാട്ടം കണക്കെ പോകുന്നു. ബക്കറ്റ് പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല, പിന്നെ ആഗ്രഹക്കടക്കാർക്ക് കൊടുക്കാനും വിചാരിച്ചിട്ട് നിന്നതാണ്. പെട്ടെന്നാണ് എനിക്കൊരു ബുദ്ധി തോന്നിയതും ഞാനത് ചെയ്ത് നോക്കിയതും. അപ്പം അതേ സംഭവമാണ് ഞാൻ ഇതിന് ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഏകദേശം ഇതുപോലെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമുക്ക് പൊട്ടിപ്പോയ കാര്യങ്ങൾ ഏതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാമെന്ന്. അപ്പം ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇപ്പം ബാക്കിയൊന്നും ഞാൻ തുടക്കാൻ നിൽക്കുന്നില്ല. ഇപ്പം പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ പിന്നെ ശരിയാക്കി കൊടുക്കും. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പം ഇത് ഞാൻ തുടച്ചെടുത്തു. തുടച്ചിട്ട് ഇനി നനവ് ശരിക്കും പോണേ. നനവ് ശരിക്കും വെച്ചാൽ നമുക്ക് ഉണങ്ങി കിട്ടണം, ഡ്രൈ ആയി കിട്ടണം. നമുക്ക് അതിന് വേണ്ട എന്താണെന്നറിയോ, ഫ്ലക്സ് കിക്ക് എന്ന് പറഞ്ഞിട്ടൊരു പശയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതൊരിക്കൽ നമ്മൾ വാങ്ങിയാൽ ഈ സൂപ്പർ ഗ്ലൂ ഒക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലതാട്ടെ. ഇത് 5 രൂപേൻ്റെ 10 രൂപേൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അത് തീരും. തുറന്നാൽ പിന്നെ നമുക്ക് അത് പോയി, ആവിയായി പോയി. ഇതിന് പുറത്തത്ര വില 50 രൂപ ഉണ്ട്, ഇനിയിപ്പോൾ 60 കേട്ടോ. ഇത് വാങ്ങിയാൽ നമുക്ക് കുറേ കാലം പല സംഭവങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ എന്താ പറയേണ്ടത്, നമുക്കിങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഒരു പശ കുറേ കാലം നിൽക്കും. അപ്പം ഇതാണ് സാധനം. ഫ്ലക്സ് ക്യൂക്ക് ഒന്ന് വേണ്ടുന്നത്. ഞാൻ വേഗം പറയാം, എനിക്ക് ടൈം ഇല്ലല്ലോ. അങ്ങനെ ലാഗായാൽ പറയും അയ്യോ വൈകിപ്പോയി എന്ന് പറയും. അപ്പം ഇത് പിന്നെ വേണ്ടത് കത്രിക, എല്ലാവർക്കും അറിയും. പിന്നെ വേണ്ട സാധനമാണ് ഫോൺ കവർ. ഇങ്ങനെ ഒരുപാട് ഫോൺ കവർ നമ്മളിങ്ങനെ കണ്ടമാനം വീട്ടിൽ ചാടുന്നുണ്ടാവും. ചാടുക മീൻസ് കളയുക, നമ്മുടെ കാസർഗോഡ് ഭാഷയാണ് ചാടുക. അപ്പം ഇങ്ങനെ കളയുന്ന ഫോൺ കവർ ഉണ്ടെങ്കിൽ ഇനി കളയരുത്, ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് വേണ്ടത് കാണിച്ചു തരാം. ഇതിനിപ്പോൾ പൊട്ടിയ ഭാഗം നമുക്ക് ഇങ്ങനെ വെക്കുക. അതിന് കറക്റ്റായിട്ട് കണ്ടല്ല, ഇങ്ങനെ ഇവിടെ വെച്ച് അതിന് ഏറ്റവും കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇതിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു ഫോൺ കവർ എടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യും. അതായത് ഈ ഒരു അളവിൽ ഞാൻ കട്ട് ചെയ്യാൻ പോയെന്ന്. ഓക്കെ, സൈഡ് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. ഈ സംഭവം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കൊടുക്കുക. കത്രിക ഊള കത്രിക എന്നല്ലോ, അല്ല നല്ല കത്രികയാണ്. അപ്പം ഇതിങ്ങനെ മുറിക്കുക. ഈ ഭാഗം മുറിച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. കാണിച്ചുതരാം. എന്താ ഈ ഒരു ഭാഗം കണ്ടോ, അത് കണക്ക് ഇപ്പുറത്ത് കണക്ക് നമ്മൾ മുറിച്ചെടുക്കുക. ഇതിൻ്റെ ഫോൺ കവർ കണ്ട, ഞാൻ ആ കട്ട് ചെയ്ത കവറ് എന്താണ്ട ഇങ്ങനെ വെച്ച്, അതായത് പൊട്ടിയ ഭാഗത്ത് ഇങ്ങനെ വെച്ച്. എന്ത് ചെയ്യണമെന്ന് അറിയോ, ഞാൻ നേരത്തെ കാണിച്ച പശ ഉണ്ടല്ലോ, ഈ പശ എടുക്കുക. ഇത് കൈക്കെല്ലാം പറ്റിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വീട്ടിൽ കുഞ്ഞുങ്ങളെന്നുണ്ടെങ്കിൽ അവരൊന്നും കൈ കൊണ്ട് തൊടിക്കാനൊന്നും പാടില്ല, കൈക്ക് പറ്റിയ ബുദ്ധിമുട്ടാണ്.
അപ്പം ശ്രദ്ധിക്കുക, മുതിർന്നവരെ എടുക്കുക, അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. ഓക്കെ, ഇനി ഈ പശ ഇതിനെന്ത് ചെയ്യുക കണ്ടോ, ഇതിനിങ്ങനെ തേച്ച് കൊടുക്കുക. ഓക്കെ, കൈക്കാവരുത് ഡേഞ്ചറാണ്. ഒരുമാതിരി പൊള്ളും പോലെയാണ് സംഭവം. എൻ്റെ വിരലിന് ഒട്ടി കണ്ടതാ, ഒട്ടിപ്പിടിച്ച് ജഗതിയിൽ കൈ ആ കപ്പിൽ തൊളുമ്പിന് എന്തോണി ആകത്തില്ലോ, മോഹൻലാൽ വരച്ചു കൊടുക്കുന്നില്ലേ, അതുപോലെ ആവും മക്കളെ നമ്മളവസ്ഥ. അപ്പം ഞാനിത് ദൈവമേ കണ്ടോ ഒട്ടിപ്പോച്ച് മക്കളേതാ. ഇതിങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പറം ക്യാമറ വെച്ച് ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ശരിക്ക് വെക്കണേ. ഇത് കുറച്ച് നേരം ഇളകിപ്പോകും. കൈ ശ്രദ്ധിച്ചിട്ട് ഇതിന് ഒട്ടാൻ പാകത്തിന് നമ്മൾ പിടിച്ചു കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം ഒട്ടിച്ചിട്ട്. ഒക്കെ ഒന്ന് ഓഫാക്കട്ടെ. അപ്പോൾ ഒരു ഭാഗം നല്ല പാങ്ങിൽ ഒട്ടിക്കിട്ടി. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയോ, ഇതണ്ട ഇത് പൊട്ടിപ്പോയി. അപ്പം പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കാണിക്കാൻ സൗകര്യമായല്ലേ, ഇങ്ങനെ പൊട്ടിപ്പാളീസായതും നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന്. അപ്പം ഞാൻ മറ്റേ സൈഡ് ഒട്ടിക്കട്ടെ. ഏകദേശം നല്ല കാര്യം ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ, എങ്ങനെയാ ഒട്ടിക്കണ്ടേന്ന്. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പീസ് ഉണ്ടല്ലോ, ഇനി അത് ഈ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു കഷ്ണം എടുത്തിട്ട് ഈടിയും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് നോക്കാം ശരിയാവും. ശരിക്കും കൈക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്ന കേട്ടാ സേഫായിട്ട്. നമുക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ എങ്ങനെ ആയാലും കൈക്ക് പറ്റും, ഇങ്ങനെ ആയാലും കൈക്ക് പറ്റും. അപ്പൊ കണ്ട ഇത് ഒട്ടിച്ച് വെച്ച് ഇനി ഈ പൊട്ടിയത് എന്ത് ചെയ്യണമെന്നറിയോ, നമുക്ക് ഉള്ളിന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതായത് വീടുന്നത് ഇളകിയല്ലോ എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട്, എൻ്റെ ട്രൈപോഡ് ശരിയില്ല, പൊട്ടിയത് എങ്ങനെയോ ഏച്ചം കൂട്ടി വെച്ചിട്ട് എങ്ങനെയോ പോകുന്നു, ക്ഷമിക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഫോണിൻ്റെ ആ ഒരു കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കുക. അകത്ത് മീൻസ് ഇടാം ഇങ്ങനെ. ഇത് കണ്ട, ഇതൊരു തുണി പോലെ ഇങ്ങനെ ഫോണിൻ്റെ കവറിനെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റൂല്ലേ. ഞാനിപ്പം ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ ആദ്യം ഈ ഒരു പീസ് ഇതിൽ നിന്ന് കണ്ട, എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം മുറിച്ച് വെച്ച ഒരു പീസ് എൻ്റെ മിസ്സായിപ്പോയി, കാണുന്നില്ല. അയ്യോ അയ്യോ നമുക്ക് ഗമ്മ ഒട്ടിച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത് ക്യാമറ ഹാൻഡിൽ ചെയ്യാനും വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. അപ്പം ഞാൻ അത് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അതില്ലേ ഫ്ലോപ്പ് എന്നല്ല, ഒട്ടാൻ സമയം എടുക്കുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടേ. അപ്പം ഞാൻ ഈ സാധനം ഉപേക്ഷിച്ചു. ആ പശയും അതായത് ഈ ബാക്കി രണ്ടും ഒട്ടി, പക്ഷെ അങ്ങനെ ഇതുണ്ടല്ലോ ഫ്ലക്സ് ക്യൂക്ക്, അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയൂല. MC എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഈ പ്ലംബിങ്ങുകാരൊക്കെ കയ്യിലുണ്ടാവുന്നതാ. അത് നമുക്ക് ഉപയോഗിക്കാം, അവരുടെ കയ്യിലുണ്ടാവുന്ന സാധനമാണെന്ന് തോന്നുന്നു ഇത്. അതെ, വയറിങ് പ്ലംബിങ്. അപ്പം ഇത് രണ്ട് സാധനം ഉണ്ടാവും ഒരു പാക്കിൽ. ഇത് പൊട്ടിച്ചിട്ട് ഇത് രണ്ടും ഒരേ അളവിൽ മിക്സ് ആക്കണം. ഞാൻ കാണിച്ചു തരാം. ഇത് ബ്ലാക്ക്, മറ്റേത് വൈറ്റും ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഗമ്മ് വെച്ചിട്ടില്ല കളിയാണെങ്കിലും. ഇതണ്ട, ഇതൊരു ബ്ലാക്ക് നിറത്തിലാണ്. ഇത് എടുക്കണം. നമുക്കിപ്പോൾ ഒട്ടണമെങ്കിൽ ഇതൊന്നും മാത്രമല്ല കേട്ടോ, ഇത് രണ്ടും കൂടി എടുത്തിട്ട് മിക്സ് ആക്കിയിട്ടാണ് ചെയ്യല്. ഇത് കണ്ട ഒരു ഗ്രേ കളറാണ്, കണ്ട. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുക്കുന്നു,
ഇതിൽ നിന്നും കുറച്ചെടുത്തു, ഇതിൽ നിന്നും കുറച്ചെടുത്തു. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല ബന്ധേഴ്സിലി, അതായത് ബന്ധേഴ്സിലി മീൻസ് വെച്ചാൽ അതായത് നല്ല പോലെ ടൈറ്റ് ആക്കിയിട്ട് വെച്ചാൽ കേടാവാതിരിക്കാൻ നമ്മൾ നല്ല വൃത്തിയിൽ വെക്കുമല്ലോ ടൈറ്റായിട്ട്, അങ്ങനെ അതാ ഉദ്ദേശിച്ചത്. പിന്നെ കവറൊക്കെ ഇവിടെ നിന്നുള്ള പൊട്ടിയിട്ടുള്ള വേദനയുള്ള വേദന. അയ്യോ, ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇത് മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഇത് മിക്സിങ് നല്ല പോലെ ആരുടെ ദേഷ്യം ഉണ്ടെങ്കിൽ ഉരുട്ടി കൂട്ടി ചവിട്ടി മേടിച്ച് ഇങ്ങനെ അങ്ങനെ ആ ദേഷ്യമുള്ള ഇതിൽ തീർത്തോ. ഇങ്ങനെ ചെയ്തിട്ട് ആ പൊട്ടിയ സാധനം ബക്കറ്റിൽ ഇങ്ങോട്ട് എടുക്കട്ടെ. ഇതിങ്ങനെ ഒറ്റക്ക് നടക്കുന്നില്ല മക്കളെ, ക്യാമറയും ഹാൻഡിൽ ചെയ്യാൻ. ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഈ സാധനം വെച്ചാൽ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് തികയില്ലെങ്കിൽ വേറെ കൂടെ എടുക്കണം കേട്ടോ. ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചേരേ. അപ്പൊ കണ്ട, ഞാനിത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ കവറ് ഇവിടെ വെച്ചിട്ട് ഇത് ഞാൻ വൈകുന്നേരം ഒട്ടിച്ചിട്ട് അതായത് പിറ്റേന്നാളാണ് കേട്ടോ ഇതിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഒട്ടാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് അത് കണക്ക് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒട്ടിയിട്ട് കിട്ടും. അപ്പം തന്നെ എടുക്കാൻ പോലെ അത് ഇളകി വരും. അപ്പം ഞാൻ ഇവിടെ ഫോണിന്റെ കവർ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു. പക്ഷെ അതിന് മറുവശത്ത് അതേപോലെ തന്നെ MC എടുത്തിട്ട് കണ്ട ഇവിടെയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇതിൽ നിന്ന് വിട്ടുപോയ ഒരു മൂടിയാണിത്. അപ്പം നമുക്കൊരു വേസ്റ്റ് ബിൻ അറിയാം. ഇങ്ങനെ ഞെക്കുന്ന സമയത്ത് ഇതിങ്ങനെ തുറന്ന് വരണം അല്ലേ, ഉണ്ടോ? ഇങ്ങനെ കിട്ടണം നമുക്ക്. ഇതിപ്പോൾ സെപ്പറേറ്റ് ആയ മൂടിയാണ്. ഞാനിത് പഴയ രൂപത്തിലാക്കി വെച്ചിട്ട് ഇത് ഒന്നുകൂടി ഇനി ഭംഗിയാക്കേണ്ട കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒട്ടിച്ചത് ഇങ്ങനെ കാണണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈന് കണക്ക് വെച്ചു കൊടുത്താൽ അതൊരു ഭംഗിയാവും. ഞാൻ കാണിച്ചു തരാം. അത് എന്താ എൻ്റെ മോളെ പഴയ ഡ്രസ്സാട്ടാ. ഇത് ചെറുതായി, ഇനി പോക്ക് എന്തായാലും ഇടാൻ പറ്റൂലേ. അവളിപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിയ കുഞ്ഞായത്. ചെറുതുണ്ടാകുമ്പോൾ വാങ്ങിയാന്ന്. ഇത് ഞാൻ ഇതിന്ന് പറിച്ചു കേട്ടാ. ഇതിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായതാണ്. ഇത് പറിച്ചു. ഇതുപോലെ നിങ്ങൾക്ക് പഴയ ഡ്രസ്സിന് ഇങ്ങനെ കുഞ്ഞളെ ബൊമ്മ അങ്ങനെ എന്തൊക്കെയോ ഡിസൈൻ ഉണ്ടാവും. ടീഷർട്ടിന് അല്ലാണ്ട് വേറെ ഫ്ലവർ. ഇതിപ്പോൾ ഞാൻ ഫ്രോക്കിന്ന് പറിച്ചെടുത്തതാണ്. പക്ഷെ ഇതിന് ഇത് കണ്ട, ഇത് ചെറുതാണ്. അപ്പം ഇത് കവറാവുന്ന തരത്തിൽ എന്തെങ്കിലും ഡിസൈൻ നമുക്ക് ഡ്രസ്സിൽ നിന്ന് കിട്ടും. നിങ്ങളെ ഐഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്കത് കട്ട് ചെയ്തിട്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാക്കാൻ. എന്ത് ചെയ്യാന്നറിയോ? ഇതിങ്ങനെ വെച്ചു കൊടുക്കുക. വേണ്ട ഈ ഒരു ഭാഗം ഇത് ഫുള്ള് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് തപ്പിയിട്ട് എവിടെയും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് എടുത്തത്. ഇത് ഫുള്ള് കവർ ചെയ്യുന്ന എന്തെങ്കിലും നമ്മളെ കയ്യിലും അതായിരിക്കും ബെറ്റർ. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഈ പശയുണ്ടല്ലോ നേരത്തെ കാണിച്ച ഫ്ലക്സ് ക്യുക്ക്, അത് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ല ഇത് വെച്ചാൽ ഇത് മൊത്തം ഒട്ടിച്ചെന്ന് പറയുമ്പോൾ ഇത് ഒട്ടിച്ചില്ല കേട്ടോ. എൻ്റെ കയ്യിൽ എന്താ പശ. ഈ പശ ഭയങ്കര സംഭവമാണേ. കൈക്കായവ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഈ ഭാഗം ഒന്ന് ഇളകിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം എടുക്കും. ഇതൊന്ന് ഇങ്ങനെ ഞെക്കി പിടിച്ചു കൊടുത്താൽ അതവിടെ പിടിക്കും. അപ്പം കണ്ട എൻ്റെ കൈക്ക് പറ്റി. ഈ സൈഡിലും ഇപ്പം ഇതും കണ്ട, ഇത് ഇത്ര പോലെ രണ്ടെണ്ണം കാണുന്നുണ്ട് ഈടെയും. അപ്പം ഇത് മൊത്തം കവർ ചെയ്യുന്ന എന്തെങ്കിലും ഡിസൈൻസ് നമുക്ക് കിട്ടും ഡ്രസ്സിൽ നിന്ന്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തപ്പി പിടിച്ചെടുത്തതാണ്. ഇപ്പം ആരെങ്കിലും പറയുമോ ഇത് പൊട്ടിയ ഒരു വേസ്റ്റ് ബിന്നാണെന്ന്? ഞാൻ പഴയ പോലെ ഞെക്കി കൊടുത്താൽ ഇത് തുറക്കും. നേരത്തെ ഞാൻ കാണിച്ചു അല്ലേ. മൂടി പൊട്ടി ബക്കറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ സാധാരണ, നമ്മൾ കളയുമല്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു ലൈക്ക് തരാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും താഴെ രേഖപ്പെടുത്തണം. അപ്പം അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം. ബൈ അച്ചു. എങ്ങനെയുണ്ട്? ഓക്കെ. പൊട്ടിയ സാധനം ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം കേട്ടോ. വിട്ടുപോയി ബായ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബാത്റൂമിൽ ബക്കറ്റ് ഒട്ടിച്ചെന്ന്, അതും കൂടെ കാണിച്ചു തരാം. അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതുണ്ടോ? ഇതാ ഈ ബ്ലാക്ക് കളർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈടന്ന് തൊട്ട് ഈടം വരെ ബക്കറ്റ് പിളർന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ എന്നൊക്കെ അറിയൂല. കാണുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാണുന്നുണ്ടോ? എന്താ ഈടുന്ന് തൊട്ടിട്ട് ഈടം വരെ ബക്കറ്റ് പിളർന്നത്, പൊട്ടിയിട്ടേ ഇല്ലത്. ഇത് നമ്മ കളയാൻ പ്ലാൻ ഇട്ടതാണ്. അപ്പൊ ഇതിൽ നിന്നാണ് എനിക്ക് ബുദ്ധി വന്നത്. ഞാൻ ഇതേപോലെ ഫോൺ കവർ വെച്ചിട്ട് ഈ ഫ്ലക്സ് ക്യുക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. MC വേണമെങ്കിൽ MC കൊണ്ട് ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒട്ടിച്ച് വെച്ചതാണ്. അപ്പൊ ഇതുപോലെ സാധനങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കളയാൻ പാടില്ല. ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞു, വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. ഒരു ലൈക്ക് എന്തായാലും തരണേ. ആ ലൈക്ക് കിട്ടുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോ സന്ധിക്കും വരേക്കും വണക്കം. ബൈ അച്ചു.